ടാറ്റയൊക്കെ പറഞ്ഞ് എങ്ങോട്ട് പോവുമായിരിക്കും എന്നല്ലേ? നമുക്ക് പൂവാർ ഐലൻഡ് റിസോർട്ടിലേക്ക് ഒരു യാത്രയായാലോ? സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞങ്ങൾ കൊളീഗ്സ് എല്ലാവരും കൂടി ഒരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷനാണ് പൂവാർ ഐലൻഡ് റിസോർട്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഞങ്ങള് ഇവിടെ രാവിലെ ഒരു 10:30-11 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും ഒരു ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോയി. നല്ല വെയിലുണ്ട് കേട്ടോ, ഇതിപ്പോ ഒരു ഉച്ചരി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫൺ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന്റെയും ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പൂവാർ ഐലൻഡ് റിസോർട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. സോ നമുക്ക് ആ വീഡിയോസിലോട്ട് പോവാം. ഈ പുഷ്പങ്ങൾ ഇവിടെ കൃഷി ചെയ്തതാണോ? അതെ. പല വെറൈറ്റീസ് ഓഫ് പുഷ്പങ്ങളുണ്ട്, ചെടികളുണ്ട്. നമുക്കിങ്ങനെ നടന്നു വരാൻ കേൾക്കുന്നില്ലായിരിക്കും. എൻ്റെ ഒരു മൈക്ക് ഉണ്ട്, പിന്നീട് ആഡാക്കിയാലും മതി. ഹായ്, ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതാണിത്, പൂവാർ ഐലൻഡ് സ്പെഷ്യൽ ബട്ടർഫ്ലൈ തന്നെ. നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ ബട്ടർഫ്ലൈ അങ്ങനെ വരാതെ കാണാനില്ലല്ലേ ഒരിടത്തും. പക്ഷെ ഇവിടെ ഉണ്ട്. ദേ നോക്കൂ, ആരാണെന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. യോ ഇരുട്ട് പക്ഷേ. ഉണ്ട്. ബൈ. അതാ സൂപ്പർ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം, പക്ഷെ സമയമില്ല, കൊണ്ട് പോവാം. നമ്മൾ നേരത്തെ റീൽസ് എടുത്തതല്ല. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഒരു പ്രത്യേകതരം വഴിയിലൂടെയാണ് കയറാൻ പോകുന്നത്. ഇവിടെ വെച്ച് ഞങ്ങളൊരു റീൽസ് എടുത്തിട്ടുണ്ട്. ആ റീൽസ് കാണണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക്, അല്ല ഇത് യൂട്യൂബ് ചാനൽ തന്നെ, യൂട്യൂബ് ചാനലിൽ വെച്ച് നിങ്ങൾക്ക് ഈ റീൽസ് കാണാം, ഇൻസ്റ്റഗ്രാമിലും കാണാം. പക്ഷെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇവിടെയൊക്കെ സൈക്ലിങ്ങിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. രാവിലെ എണീറ്റ് അവർ റീൽസ് എടുക്കുകയാണ് ഗൈസ്, നമ്മളില്ലാതെ. എടുത്തോ ആ റീൽസ്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയും ഈ സ്വിമ്മിംഗ് പൂൾ ആണെന്ന്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് കാല് നനച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാം. അങ്ങനെ റിസോർട്ടൊക്കെ ഏകദേശം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവർ തന്നെ നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടി കുറച്ച് ഫൺ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു.
ഒത്തിരി സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഒരു ചെറിയ റിലാക്സേഷൻ. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ഡാൻസും പാട്ടും പിന്നെ നല്ല ഹെവി ഫുഡും കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിതാ ഈ ബീച്ച് സൈഡിൽ വന്ന് ഇരിപ്പായി. സംഭവം ഒരു 1 ഡേ ട്രിപ്പ് ആയിരുന്നെങ്കിലും നമ്മൾ ഓരോരുത്തരും ഇത് ഒത്തിരി എൻജോയ് ചെയ്തു. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന ബോട്ടിൽ തന്നെ യാത്രയായി.